ഞാൻ ഡോക്ടർ MP മണി. പ്രമേഹ രോഗത്തിൻ്റെ പുതിയ അറിവുകളെക്കുറിച്ച് ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി. അത് കൂടുതൽ അറിയണം എന്നാണ് കൂടുതൽ പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ അറിവ് അച്ചടിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ സംഭവം. അമേരിക്കയിലൊരു സർജനായ ഡോക്ടർ ഫ്രാൻസിസ്കോ റുബീനോ ആണ് ഈ രംഗത്ത് ഒരുപാട് പഠനം നടത്തിയിട്ടുള്ളത്. അതിലാദ്യം ഈ കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പൊണ്ണത്തടിയുള്ള കുറേ പ്രമേഹ രോഗികളിൽ കീഹോൾ സർജറിയിലൂടെ ഈ കൊഴുപ്പ് നീക്കി കളഞ്ഞപ്പോൾ ഇവരുടെ പ്രമേഹം മാറി. അങ്ങനെയാണ് പുതിയ അറിവിലേക്കുള്ള വഴി തുറന്നത്. അങ്ങനെയാണ് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ഈ പുതിയ അറിവുകളിലൂടെ പറയുന്നത് അമിതമായി ഈ അടിഞ്ഞുകൂടിയുള്ള കൊഴുപ്പിൻ്റെ ശേഖരവും ചില അണുബാധകളുമാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും മരുന്നുകൾ അങ്ങനെ മാറി മാറി കഴിക്കും. പ്രമേഹം പുറകോട്ട് പോവില്ല. എത്ര മരുന്ന് കഴിച്ചാലും പ്രമേഹം പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഒടുവിൽ ഇൻസുലിൻ ലഭ്യം പ്രാപിക്കും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ ഇൻസുലിൻ കുത്തിവെച്ച് അങ്ങനെ പോകും. പിന്നെ രോഗത്തിൽ നിന്ന് മോചനം നേടുന്ന അവസ്ഥയല്ല. പിന്നെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. എവിടെയെങ്കിലും ചൊറിഞ്ഞു പൊട്ടും, അത് പഴുക്കും, പിന്നെ അതിന് മരുന്ന് കഴിക്കും, അത് മാറില്ല. അങ്ങനെ പോയി പിന്നെ ഇവർക്കുകളൊക്കെ ചില പ്രശ്നങ്ങൾ വരികയും രക്തസമ്മർദ്ദം വരികയും ഹൃദ്രോഗങ്ങൾ, ഇങ്ങനെ പിന്നെ ഒരു പോക്കാണ്. പുറകോട്ടല്ല ഈ പോക്ക്, രോഗം മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രോഗം ചികിത്സയും തമ്മിൽ ശരിയായ അർത്ഥത്തിൽ യോജിക്കുന്നില്ല എന്നെങ്കിലും തിരിച്ചറിയണ്ടേ? നമ്മൾ ശ്രമിക്കുന്നില്ല. ആ തിരിച്ചറിവിന് പോലും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ആശുപത്രിയിൽ പോകുന്നതും ഡോക്ടറെ കാണുന്നതും പരിശോധനകൾ നടത്തുന്നതും മരുന്ന് കഴിക്കുന്നതും എല്ലാം രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. പ്രമേഹമായാലും മാസ്മയായാലും രോഗശമനമല്ല, രോഗി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരുത്തലുകൾ വേണം. ഇവിടെ പുതിയ അറിവുകൾ വരുന്നത് നമ്മൾ പഠിക്കണം. അത് പ്രയോഗത്തിൽ വരുത്തണം. അത് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വലിയ പോരായ്മയാണ് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. നമ്പർ 1 കേരളമാണല്ലോ. പ്രമേഹമെന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാന്ന് വെച്ചാൽ കീഹോൾ എന്തായാലും സർജറി ആശുപത്രിയിൽ കിടക്കണം. അതിന് കുറേ നടപടികൾ ഉണ്ടാക്കാനുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ ഈ രോഗിയുടെ രക്തക്കൊന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ആ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൊഴുപ്പിൻ്റെ നിലവാരം, നീർക്കെട്ടിൻ്റെ നിലവാരമൊക്കെ നമുക്കറിയാൻ കഴിയും. അതനുസരിച്ച് കുറച്ച് ആഹാരം ക്രമീകരിക്കുക, വ്യായാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ നീർക്കെട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നീർക്കെട്ട് കുറയണം. കാരണം ഇപ്പം എല്ലാ രോഗങ്ങളിലും വഷളാക്കുന്ന ഘടകം നീർക്കെട്ടാണ്, ഏത് രോഗത്തിലായാലും. അപ്പോൾ രക്തത്തിലെ ആ ഘടകങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. ESR, CRP അതൊക്കെ ഒന്ന് പരിശോധിക്കണം. പിന്നെ അണുബാധകളുടെ കാര്യം അത് പരിശോധിക്കണം. ഈ പരിശോധനകൾ നടത്തി രോഗിയുടെ വെയിറ്റ് എടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് ഇതിൽ എവിടേക്കാണ് പോരായ്മകൾ, ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ളത്, കൊളസ്ട്രോളിൻ്റെ നിലവാരം കൂടുതലുള്ളത്, SGPT കൂടുതലുള്ളത്, ഇങ്ങനെ പ്രഷറിൻ്റെ കാര്യം, ഇങ്ങനെ കൂടുതലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. കുറവുള്ള ഘടകങ്ങൾ, അത് ഇപ്പോൾ ഹീമോഗ്ലോബിൻ ചിലർക്ക് കുറവായിരിക്കും. ഇതെല്ലാം വ്യക്തമായി ചാർട്ട് ചെയ്യണം. നമ്മൾ ചാർട്ട് ചെയ്തിട്ട് ആണ് നമുക്ക് രോഗിയുടെ ഭക്ഷണ കാര്യങ്ങൾ തീരുമാനിക്കണം. മരുന്നുകൾ വേണമെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നീർക്കെട്ട് കുറയാൻ ഇപ്പം മരുന്നുകൾ വേണ്ട. പുറത്ത് ചില കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ചില കാര്യങ്ങൾ ചേർത്ത് നീർക്കെട്ട് പോകും. അപ്പോൾ അകത്ത് അവയവങ്ങൾക്ക് പരിക്കേൽക്കില്ല, ഒരു പരിക്കേൽക്കില്ല. അപ്പോൾ സംഭവം വളരെ എളുപ്പമാണ് കാര്യങ്ങൾ രോഗശമനത്തിൽ. അപ്പോൾ അങ്ങനെ രോഗം ശമനം നേടുകയാണെങ്കിൽ ഈ രോഗിയുടെ ആരോഗ്യം കുറയില്ല, പ്രതിരോധശേഷി കുറയില്ല, വേറൊരു രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ല. അങ്ങനെ കുറേ നേട്ടങ്ങളുണ്ട് ഈ കാര്യത്തിൽ. പ്രമേഹ രോഗത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഒരിക്കൽ പ്രമേഹം പിടിപെട്ടു എന്നറിഞ്ഞാൽ പിന്നെ രോഗവിമുക്തി സാധ്യമല്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള രീതി. രോഗം മാറില്ലെന്നതോ പോട്ടെ, ഒരുപാട് കുരുക്കുകളിൽ പോയിപ്പെട്ട് ചില്ലറ ദുരിതങ്ങളാണോ ഈ രോഗി അനുഭവിക്കുന്നത്. ഒരുപാട് ദുരിതങ്ങൾ, സാമ്പത്തിക നഷ്ടം വേറെ, അവസാനം നടക്കാൻ വയ്യ, ഒന്നിനു പോയി, വല്ലാത്തൊരവസ്ഥയാണ്.
ഇതൊന്നും ഇപ്പം പരിഗണിക്കാൻ ഇതൊക്കെ ഒന്നുമല്ല. പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പുതിയ അറിവുകളിലൂടെ പോകുമ്പോൾ. രോഗശമനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ബഹുഭൂരിപക്ഷം പേരിലും. രോഗി അനുസരിക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കിവിടെ ഒരു പ്രയാസം വരുന്നത് ഫേസ്ബുക്കിലൂടെ ഒരൊറ്റ ചോദ്യം എന്താ ചെയ്യണ്ടേ? ഒറ്റ ചോദ്യമാണ് അതിനെന്ത് ചെയ്യണം? ഇത് ഒറ്റ വാക്കിലോ ഒരു വാചകത്തിലോ എഴുതി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇരുന്നിട്ട്. ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇടും ആദ്യത്തെ വിസിറ്റ്. കാരണം നമ്മളത് ആ കാര്യങ്ങൾ രോഗിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. രോഗിയുടെ ശരീരത്തിലെ കെമിസ്ട്രിയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് രോഗി അറിയണം. അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഡോക്ടറുടെ ജോലിയാണ്. പിന്നെ മാനസിക സംഘർഷം ഒരു വലിയ വിഷയമാണ്. കാരണം മാനസിക സംഘർഷമുള്ള രോഗികളിൽ മാനസിക സംഘർഷത്തിൻ്റെ ഫലമായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ നില വരും. അത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. അപ്പോൾ പ്രമേഹത്തെ ഈ പുതിയ അറിവുകൾ പ്രധാനമായി 2 കാരണങ്ങൾ: ശരീരത്തിൽ അമിതമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ്, 2 അണുബാധകൾ. ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ രോഗിയുടെ ജീവിതശൈലിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. ദിവസേന വ്യായാമം ചെയ്യണം, ആഹാരം ക്രമീകരിക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം പേരിലും പ്രമേഹത്തിന് മരുന്നുകൾ കഴിക്കാതെ അവരുടെ ഭാവി ജീവിതം മധുരമുള്ളതാക്കി മാറ്റാം. ഇതാണ് പുതിയ അറിവുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.